കഴിഞ്ഞ ദിവസം ആറട്ടെണ്ണന്റെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു. അതായത് കള്ളവെടി അങ്ങനെ എന്തൊക്കെയോ. ഞാനും കള്ളവെടിക്ക് പോയിട്ടുണ്ട്. കള്ളവെടി പോയി ഞാൻ പണ്ട് പറഞ്ഞാണ്. ഞാൻ മാത്രമൊന്നല്ല, പെരേര പോയിട്ടുണ്ട്, അല്ല ചെയ്ത്താൻ പോകാറില്ല, ഞാൻ പോകാറില്ല, പെരേര പോകാറില്ല. പെരേര ഒരിക്കൽ പോയി 2 കാട് പോയതാ. അല്ലെങ്കിൽ ഞാൻ തുറന്ന് പറഞ്ഞു, അവരും തുറന്ന് പറഞ്ഞില്ല. ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ട് മോശക്കാരനായി. കള്ളവെടിക്ക് ഇവിടെ പോകാത്ത ആരെങ്കിലും അറിയില്ല. ഇവിടെ ഈ എറണാകുളത്തുള്ള രാത്രി ഒരു സമയമാകുമ്പോഴേക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ പുറത്തുനിന്ന് നിൽക്കണ്ടേ, മിക്കവരും പോകുന്നുണ്ട്. സെലിബ്രിറ്റീസ് പോകുമ്പോൾ മാത്രമല്ല, സെലിബ്രിറ്റീസ് മത്സരമല്ല, നമുക്ക് വലിയ വികാരം. ഞാൻ മാരീഡല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കുള്ള വികാരം ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ പോയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്താനും പോയി, ചെയ്താനും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പെരേര സംഭവിച്ചില്ല. ഞാൻ തുറന്ന് സംഭവിക്കുന്നു, ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയണം. ഞാൻ എല്ലാ കാര്യം സത്യസന്ധമായിട്ട് പറയണം. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. പണ്ട് മാധവിക്കുട്ടി പോലെ ആൾക്കാർ സെക്ഷനെ കുറിച്ച് മറ്റുള്ള എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഹിപ്പോക്രാറ്റ്സ് ആണ്. അത് കപട സദാചാരം കാണിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ വൃത്തിടന്മാർ. ഇപ്പോൾ സെക്ഷനെ കുറിച്ച് പറയുന്നത് ഇതിന് ഇത്ര മോശം കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവർക്കും വികാരമാണ്. ഇത് പല മതങ്ങളാണ് സെക്ഷനെ ഇത്ര മോശമായി മാറ്റിയത്. പക്ഷെ ആരും ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് പറയുന്നില്ലല്ലോ. പൂനത്ത് കുഞ്ഞബ്ദുല്ല അല്ലെങ്കിൽ മാധവിക്കുട്ടിയിൽ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. മാധവിക്കുട്ടിയിൽ സെക്ഷനെ കുറിച്ച് എന്തൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ വെസ്റ്റേൺ വേൾഡിൽ കുഴപ്പമില്ല. ഇവിടെ ഒരു ഹിപ്പോക്രസി, ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് പുറമെ മാന്യമാരെ നടക്കുക. ഇവിടെ എങ്ങും ജനിക്കേണ്ട ആളല്ല ആറാട്ടെണ്ണന് തോന്നിയിട്ടുണ്ട്. മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, മാധവിക്കുട്ടി വെസ്റ്റേൺ വേൾഡിൽ ജീവിക്കേണ്ട ആളായിരുന്നു. അവിടെ ഒരു ഹിപ്പോക്രസി ഇല്ല, അവിടെ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഇല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷനാണ്. പുതിയ ജനറേഷൻ പിള്ളേർ 2000 കഴിഞ്ഞ പിള്ളേർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഇല്ല. കാരണം അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർക്ക് സെക്സ് ഫ്രസ്ട്രേഷൻ ഇല്ല. ഈ പഴയ അമ്മമാർ, അതാണ് ഈ ഫേസ്ബുക്കിൽ കാണുന്നത്. ഈ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സെക്സ് ഫ്രസ്ട്രേഷൻ ഉള്ളത്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ അങ്ങനത്തെ ഇതിലിട്ടത് എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം വന്നപ്പോഴാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഒന്നെങ്കിൽ കോമാളിത്തം, വെറുതെ കാണിക്കണോടെ. അതെനിക്ക് പറ്റില്ല. കാരണം അപ്പോൾ ഫ്ലോർ വേക്കണ്ടല്ല, തലച്ചോറ് വേക്കണ്ടല്ല. രണ്ടാമത് ഞാൻ അഡൾട്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാശിലാണ് കുറച്ച് ആളത്തേക്കാം. ഇതിനുള്ളത് കുറ്റം പറയും. ഇതൊക്കെയാണ് ഇവിടെ ആർക്കും നല്ലത് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കുഴപ്പമെന്താ? അല്ല, കേൾക്കുന്നവർ ഇതുപോലെ ഇതിന് എന്തിന് ഇത്ര മോശമാണ്? ഇത് ഞാൻ ഫിലോസഫി സെക്ഷനാണ് റിസർച്ച് ചെയ്തിട്ടുണ്ടോ, ബുക്ക് ആൾക്കാർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ റിസർച്ച് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വികാരം പ്രകൃതി അല്ലെങ്കിൽ ദൈവം കൊണ്ടും എനിക്കറിയില്ല. മനുഷ്യർക്ക് പ്ലഷറും വേണ്ട, പെയിനും വേണ്ട, സുഖവും വേണ്ട, പെയിനും വേണ്ട. അല്ലാത്ത പ്രോസസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. സെക്ഷൻ എന്ന് പറയുമ്പോൾ പിള്ളേരുടെ അതിൻ്റെ മാത്രം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയല്ല, പ്ലഷർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ എന്താണ്, ഇത് 2 രീതിയിൽ സെക്സ് ചെയ്യാൻ പറ്റും. ഒന്ന് ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് ലസ്റ്റ്. നമ്മൾ ലൈഫ് പാർട്ട്ണറായിട്ട് ഒരാൾ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഒരു കമ്മിറ്റഡ് ആണെങ്കിൽ ഔട്ട് ഓഫ് ലവ് ആയി. നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ലസ്റ്റ് ആയിരിക്കും. ഔട്ട് ഓഫ് ലസ്റ്റ് അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഔട്ട് ഓഫ് ലവ് ആണ് ശരിക്കുള്ള ഇതാണ്. പക്ഷേ സെക്സ്വൽ പ്രോസസ്സിൽ ലവും ലസ്റ്റ് രണ്ടും